ദൈവശബ്ദം മുഴങ്ങിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശബ്ദം മുഴങ്ങിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ അന്ന് ഉപ്പുമാവ് ഉണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് കയറ്റി വിടുന്ന ഗോതമ്പ് നമുക്ക് സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ ഉപ്പുമാവ് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ഒരു സ്കൂളിൽ ഒരു അമ്മച്ചിയാണ് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ വട്ടയുടെ ഇലയൊക്കെ പിടിച്ച് കൊണ്ടുപോയി ഉച്ചയാകുമ്പം വിടുമ്പോൾ ഈ ഇലയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ, ആദ്യം കൊടുക്കുന്ന ഉപ്പുമാവ് ആദ്യം തിന്ന് തീർന്നവർക്ക് പിന്നെയും കൊടുക്കും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഈ ഗോതമ്പ് കുറവാണെങ്കിൽ ഉപ്പുമാവ് കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇടുമ്പോൾ ഞങ്ങൾ വീണ്ടും നീട്ടും, കുറച്ചുകൂടെ എന്ന് പറയും. ഈ അമ്മച്ചി എല്ലാം നോക്കി സൂപ്പർവൈസറാ ഇങ്ങനെ നടക്കും. എന്നിട്ട് ഈ രണ്ടാമത് കുറച്ചുകൂടെ താന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മച്ചി പറയും, ഡാ അവിടെ ഇരിയടാ, തന്നത് തിന്നിടുമ്പോൾ വീണ്ടും ദൈവം തന്നിടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്നതിന് നന്ദി പറയുമ്പോൾ വീണ്ടും ദൈവം തരും. മരിയൻ റിന്യൂവൽ സെൻ്ററിലേക്ക് 6 വർഷത്തിന് മുമ്പ് ഞാനവിടെ കടന്നു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ 36 പില്ലർ മാത്രം പൊങ്ങി നിൽപ്പുണ്ട്. കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം, അതിനപ്പുറത്ത് മൊട്ടക്കുന്ന് പോലെ വേറെ കുറേ സ്ഥലം, കെട്ടിടങ്ങളൊന്നുമില്ല, ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ഒരു ചെറിയ കുടില്, അതിനപ്പുറത്ത് കന്നുകാലികളെ കെട്ടിയിരുന്ന ഒരു ചെറിയ തൊഴുത്ത്, അതിനപ്പുറത്തൊന്നുമില്ല. അവിടെ ചെന്ന് കയറുന്ന സമയത്ത് ബഹുമാനപ്പെട്ട റനിയച്ചൻ പറഞ്ഞു, ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ നമുക്കിവിടെ ഈ പുരയിടത്തിലിരുന്ന് നമുക്ക് ജപമാലയിൽ പ്രാർത്ഥിക്കാം. എവിടെ ഇരിക്കും? ഇവിടെ ചില മാവൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇരിക്കാമെന്ന് ആദ്യം കരുതി. അവസാനം 5 പൈസ കയ്യിലില്ല. ആ സമയത്ത് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ വായ്പ വാങ്ങിച്ച് ചെറിയ ഒരു ഷെഡെന്ന് പറഞ്ഞാൽ 6 GI പൈപ്പ് നാട്ടി മുകളിൽ ഷീറ്റിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അരഭിത്തി പോലും കെട്ടാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്തൊരു ഷെഡ് പോലെ കെട്ടി. പിന്നെ പതുക്കെ അല്പം കൂടെ പൈസ ഇവിടെ നിന്നൊക്കെ വായ്പ വാങ്ങിച്ച് തറയിലൊന്ന് സിമെൻ്റ് ഇട്ടു. സിമെൻ്റ് ഇടുക എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ചവിട്ടിയാൽ പൊളിഞ്ഞു പോവും. ആ രീതിയിലുള്ള സിമെൻ്റ് തേപ്പൊക്കെയാണ്. സിമെൻ്റൊക്കെ തേച്ച് അങ്ങനെ ഒക്ടോബർ 1-ന് ജപമാല പ്രാർത്ഥന ആരംഭിക്കുക. സെപ്റ്റംബർ മാസം 30-ാം തീയതി ഞാൻ പറഞ്ഞു, അച്ഛാ നാളെയല്ലേ പ്രാർത്ഥന ആരംഭിക്കുന്നത്, ഈ സിമെൻ്റ് മണ്ണിൽ രാവിലെ തുടങ്ങുന്ന ജപമാല ഒക്ടോബർ 31 വരെയുണ്ട്, 1 മാസം നീണ്ടു നിൽക്കുന്ന, രാത്രിയും പകലും. അച്ഛാ നമുക്കിതിനകത്ത് ഒരു 10 പായ, പ്ലാസ്റ്റിക് പായ വാങ്ങിച്ചിട്ടാലോ? അച്ഛൻ എന്നോട് ചോദിച്ചു, ബ്രദറിൻ്റെ പൈസ ഉണ്ടോ പായ വാങ്ങിക്കാൻ? ഇത് എന്നെ കടം വാങ്ങിച്ചതാ. ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം എൻ്റെ പൈസയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഷെഡിൽ ജപമാല പ്രാർത്ഥന ആരംഭിച്ചു. എന്നിട്ട് അച്ഛൻ ഞങ്ങളെ ഇടയ്ക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് പറയും, കർത്താവേ ഈ വസ്തുവിൽ ഈ ഷെഡ് വെക്കാൻ കൃപ തന്നല്ലോ, പായയില്ലെങ്കിലും നിലത്ത് സിമെൻറ്റ് വിരിച്ച് എന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയും. ഓരോരുത്തർ മാറി പറഞ്ഞ് നന്ദി പറയാൻ തുടങ്ങി. ഇന്ന് ആ സ്ഥലത്ത് നിങ്ങൾ വന്നു നോക്ക് പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗതുല്യമായ വിധത്തിൽ നിരവധി ചാപ്പലുകളിൽ കാർപ്പറ്റുകൾ, ആ ചാപ്പലുകളിൽ സക്രാരി, അവിടെ പരിശുദ്ധ കുർബാന, AC വചനഹാള് എന്ന് വേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ സമാനമായ ഒരു പുണ്യഭൂമിയാക്കി ദൈവം അതിനെ മാറ്റി. എവിടെ ആരംഭിച്ചെന്നറിയാമോ? ഇത് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ. ഇപ്പോഴും ഈ ഞങ്ങളിങ്ങോട്ട് വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പും ഞങ്ങൾ ഒരുമിച്ച് കൂടും. ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഞങ്ങളിങ്ങനെ പറയും, കർത്താവേ അഖണ്ഡ ജപമാല തുടങ്ങിയപ്പോൾ പായ വാങ്ങിക്കാൻ നിവൃത്തിയില്ലായിരുന്നല്ലോ, ഞങ്ങൾക്ക് നീ കാർപ്പറ്റ് തന്നല്ലോ, നന്ദി പറയുന്നു ഈശോയെ. ഞങ്ങളുടെ കൂട്ടത്തിലെ ചേട്ടനുണ്ട്. ആ ചേട്ടൻ ആദ്യം ടീമിൽ വന്ന ആളാണ്. അയാൾ വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ടീമംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പാത്രമില്ല. അവസാനം ആരുടെയൊക്കെ കയ്യിൽ നിന്ന് 10 രൂപ 5 രൂപ ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് പാത്രം വാങ്ങിക്കാൻ പോയി. അങ്ങനെ വാങ്ങിക്കാൻ പോയപ്പോൾ ആകെ ഒരു ചെറിയ ചീനച്ചട്ടി വാങ്ങിക്കാനുള്ള പൈസ ഉള്ളു.
ആ പൈസ കൊടുത്ത് ചീനച്ചട്ടി വാങ്ങിച്ചു, അത് കൊണ്ടുവന്നു. ആകെ അതേ ഉള്ളെന്ന് ഓർക്കണം. എല്ലാം ചെയ്യാൻ അതിനകത്ത് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതിനകത്ത് ഉപ്പുമാവ് ഉണ്ടാക്കും, ഉപ്പുമാവ് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് കറി ഉണ്ടാക്കും, കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഒറ്റ ചീനിച്ചട്ടി, ഒരു തവി. ആ സ്ഥാനത്ത് അവിടുത്തെ കിച്ചണിൽ സ്റ്റീമിലൂടെ അവിടെ ചോറ് വെക്കാനുള്ള സംവിധാനങ്ങൾ, എല്ലാ സംവിധാനങ്ങളും. ആ ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ പറയും, കർത്താവേ, ഞാൻ ഈ ടീമിൽ വരുമ്പോൾ ഒരു ചീനച്ചട്ടിയും ഒരു തവിയുമായിരുന്നല്ലോ കർത്താവേ ഉണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങളുടെ കിച്ചൺ നിറയെ മനോഹരമായ പാത്രങ്ങൾ കൊണ്ട് നീ നിറച്ചല്ലോ കർത്താവേ, നന്ദി പറയുന്നു. ഒരുമിച്ചും കൊണ്ട് നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളോട് തുടങ്ങുന്ന സമയത്ത് രാത്രി കറണ്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മെഴുകുതിരിയുമായിട്ട് ഓടി വരും. വേറെ നിവർത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എമർജൻസി ലാമ്പ് കിട്ടി, ഈ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സന്തോഷമായി, ഞങ്ങൾ അതിനെ ഓർത്ത് നന്ദി പറയാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ജനറേറ്റർ വാടകയ്ക്ക് എടുക്കാൻ തുടങ്ങി. കൊണ്ടുവരും, 5 മിനിറ്റ് പ്രവർത്തിക്കും, അത് ഓഫാവും. ഇത് വണ്ടിക്കകത്ത് കയറ്റി തിരിച്ചു കൊണ്ടുപോയി വേറെ ഒന്ന് കൊണ്ടുവരും. ഈ ഓട്ടോ ചാർജ് കൊടുത്താൽ തന്നെ ഒരു ജനറേറ്റർ വാങ്ങിക്കാനുള്ള പൈസ കിട്ടും. അങ്ങനെ മടുത്തു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ഞങ്ങൾക്ക് ചെറിയ ഒരു ചെറിയ ജനറേറ്റർ തന്നു. ആ ജനറേറ്റർ കിട്ടിയപ്പോൾ ഞങ്ങളുണ്ടല്ലോ, ഈ വിശന്ന് 3-4 ദിവസം പട്ടിണി കഴിക്കുന്ന ആൾക്കാർക്ക് ഫ്രൈഡ് റൈസ് കൊടുത്താൽ എങ്ങനെയായിരിക്കും, അതുപോലെയോ ഞങ്ങളിങ്ങനെ നാക്കുകൊണ്ട് നക്കിയെടുക്കുന്ന വിധത്തിലാണ് ജനറേറ്റർ പോയി നിൽക്കുന്നത്. നന്ദി പറയാൻ തുടങ്ങി. നന്ദി പറഞ്ഞ് കുറച്ചാളായപ്പോൾ കെട്ടിടങ്ങൾ കൂടുതലായി, എല്ലായിടത്തും ജനറേറ്റർ പ്രവർത്തിക്കാതെ വന്നപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു. കർത്താവ് 25 kVയുടെ വലിയ ജനറേറ്റർ തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കിട്ടിയപ്പോൾ നന്ദി പറയാൻ തുടങ്ങി. നന്ദി പറഞ്ഞ് കുറച്ചാളായപ്പോൾ വീണ്ടും കെട്ടിടങ്ങൾ കൂടിക്കൂടി വരുന്നു. അവിടെയൊക്കെ ലൈറ്റും ഫാനും ഒക്കെ പ്രവർത്തിക്കുന്നു. ഈ ജനറേറ്റർ പറ്റാതെ വന്നപ്പോൾ കർത്താവ് 125 kVയുടെ വലിയ ജനറേറ്റർ തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വേറൊരു സംഭവം, ഈ സ്കൂളിലൊക്കെ കുട്ടികളുടെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഈ 125 kVയുടെ ജനറേറ്റർ കൊണ്ടുപോകണമെങ്കിൽ നാഷണൽ പെർമിറ്റിൻ്റെ ലോറി വിളിക്കണം. നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ഞങ്ങൾ വീണ്ടും പറഞ്ഞു, കർത്താവേ, ഒരു കുഞ്ഞ് ജനറേറ്റർ, ഒരു സിസ്റ്ററിനെ ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് പോകണം, ആ രീതിയിലുള്ളത്. കർത്താവ് അതും തന്നു ഞങ്ങൾക്ക്. 4 ജനറേറ്റർ. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അനുഗ്രഹങ്ങൾ അങ്ങോട്ട് വർഷിക്കും. തോബിയാസ് അതാ ചെയ്തത്. ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അപ്പനും അമ്മയും മക്കളും കുടുംബത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവം ചെയ്തു തന്ന അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറയണം. ഒന്നും പറയാനില്ലെങ്കിൽ ഇങ്ങനെ പറയണം, കർത്താവേ, ഇന്ന് രാവിലെ ഉണർന്ന് ഞങ്ങൾ പുറത്തൊക്കെ പോയി, ഞങ്ങളുടെ മക്കൾ സ്കൂളിൽ പോയി, ആ സമയത്ത് എൻ്റെ കുഞ്ഞിനെ വണ്ടി ഇടിച്ചിരുന്നെങ്കിൽ, എൻ്റെ കൊച്ചു യാത്ര ചെയ്ത വാഹനം മറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? അത് സംഭവിച്ചില്ലല്ലോ. നന്ദി പറയുന്നു കർത്താവേ. എത്രയോ വ്യക്തികൾ ക്യാൻസർ രോഗികളായി ആശുപത്രിയിൽ കിടക്കുന്നു. ഇന്നൊരു ദിവസം കൂടി ക്യാൻസർ ഇല്ലാതെ എന്നെ കാത്തല്ലോ. നന്ദി പറയുക, എല്ലാത്തിനും നന്ദി പറയുക. ദൈവം അനുഗ്രഹം ചൊരിയും. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടൽ കടന്നപ്പോൾ മിരിയാം തപ്പ് കൈകളിലെടുത്തു. ഇസ്രായേൽ കന്യകന്മാർ ഒരുമിച്ച് കൂടി ഒരു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. ദെബോര കർത്താവിന് കീർത്തനം പാടുന്നു. സക്കറിയ കർത്താവിന് സ്തോത്രഗീതം ആലപിക്കുന്നു. പരിശുദ്ധ മറിയം കർത്താവിന് സ്തോത്രഗീതം ആലപിക്കുന്നു. പൗലോസും സീലാസും കർത്താവിന് സ്തോത്രഗീതം ആലപിച്ചു. ജയിലിൽ കിടക്കുമ്പോൾ, ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ കീർത്തനം പാടി. ജീവിതത്തിലെ സഹനങ്ങളിൽ, ജീവിതത്തിൻ്റെ വേദനകളിൽ പരാതി പറയുന്നത് അവസാനിപ്പിച്ച് നന്ദി പറയുക. നന്ദി പറയുമ്പോൾ ഈ സഹനത്തെ കർത്താവ് അഭിഷേകമാക്കി മാറ്റും. അടി കൊണ്ട് ശരീരം തിണർത്ത് മുറിക്കപ്പെട്ട അവസ്ഥയിൽ ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ട് പൗലോസും സീലാസും ജയിലിൽ കിടക്കുമ്പോൾ ആ ചങ്ങലകളെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞപ്പോൾ ദൈവം ചങ്ങല പൊട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരാഗ്രഹ വാതിലുകൾ ദൈവം തുറന്നു. ദൈവം അവരെ മോചിപ്പിച്ചു. പൈശാചിക ബന്ധനം വിട്ടുപോകണമെങ്കിൽ, സാത്താൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകണമെങ്കിൽ മനോഹരമായൊരു പ്രാർത്ഥനയാണ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അടുത്ത ഭാഗത്തിലേക്ക് ഒരു 6-ാമത്തെ വാക്യം, തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായമാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. 6-ാമത്തെ വാക്യത്തിൽ തോബിയാസ് പറയുക, കർത്താവേ, അവിടുന്ന് പറഞ്ഞു, മനുഷ്യനേകനായിരിക്കാൻ നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവത്തിൻ്റെ വചനം, ഉൽപ്പത്തി പുസ്തകത്തിലെ വചനം തോബിയാസ് വായിക്കുക. കുടുംബത്തിൽ വചനം വായിക്കണം. വ്യക്തികൾ വചനം പഠിക്കുമ്പോൾ വചനം ദൈവമാണ്. വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ഈ മരിയ റിന്യൂവൽ സെൻ്ററിലെ
ഈ അത്ഭുതങ്ങളുടെ എല്ലാം പിന്നിലെ മറ്റൊരു സംഭവം വചനം പറഞ്ഞ് വാഗ്ദാനങ്ങൾ പറയും. വാഗ്ദാന വചനങ്ങൾ അത് 50 പ്രാവശ്യം 100 പ്രാവശ്യം. ഞങ്ങളിങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് അച്ഛൻ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞു, നാളെ നമ്മൾ പോവുകയാണ് തൃശ്ശൂരേക്ക്, നാളെ വൈകിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. അതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് റോമ 16:20 1000 പ്രാവശ്യം പറയാൻ പറഞ്ഞു. 1000 പ്രാവശ്യം. എൻ്റെ തലമണ്ടയിൽ കയറിയത് 1500 എന്നാണ്. 11:30 മണിക്ക് ഞങ്ങളുടെ വചനഹാളിനടുത്തുള്ള സാക്രിസ്റ്റി ഞാൻ കയറിയിരുന്ന് ചാപ്പലിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു 1350 പ്രാവശ്യം. അപ്പോൾ ഞാൻ തെരേസമ്മ എന്ന് പറഞ്ഞു, ചേട്ടാ 1000 പ്രാവശ്യം എന്ന് അച്ഛൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു കിടക്കട്ടെ 350. അപ്പം സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അഡീഷണൽ ചെല്ലിയാണെങ്കിൽ അത് അച്ഛന് വേണ്ടി ചെല്ലിക്കൊള്ളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ കൊണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകും, അന്ധകാര ശക്തികൾ മാറിപ്പോകും. മനുഷ്യൻ ഏകനായിരിക്കാൻ നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും, ഞാൻ നൽകും. ദൈവം കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. വീണ്ടും 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. തോബിയാസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. അങ്ങയുടെ കാരുണ്യം. അതിനു മുമ്പ് തോബിയാസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താൽ അല്ല, നിഷ്കളങ്കമായ പ്രേമത്താല. അനേക വ്യക്തികൾ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നത് നിഷ്കളങ്കമായ പ്രേമമല്ല, മറിച്ച് വിവാഹം ചെയ്യുമ്പോൾ കിട്ടുന്ന ഷെയർ, ജീവിത പങ്കാളിയുടെ സൗന്ദര്യം, ജീവിത പങ്കാളിയുടെ വിദ്യാഭ്യാസ യോഗ്യത. എന്നെ പ്രിയപ്പെട്ടവർ, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാ. എറണാകുളത്ത് പെരുമ്പടപ്പ് എന്ന സ്ഥലത്ത് ഞാനൊരു ദമ്പതി ധ്യാനത്തിന് സഹായിക്കാൻ ചെന്നു. ബഹുമാനപ്പെട്ട ജോൺ ചെറിയ വെളിയച്ഛനോടൊപ്പം ഞാൻ കൗൺസിലിംഗിൽ ഇരിക്കുമ്പോൾ ദമ്പതി ധ്യാനമായതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചാണ് വരേണ്ടത്. ഒരു അപ്പച്ചൻ വന്നെൻ്റെ അടുത്തിരുന്നു. കുറേ നേരമായി ഞാൻ മിണ്ടാതിരിക്കുക. അപ്പച്ചൻ ചോദിച്ചു, മോനെ കൗൺസിലിംഗ് നടത്തുന്നില്ലേ? ഞാൻ പറഞ്ഞു നടത്താം. ഭാര്യ എന്ത് ചെയ്യും? ഭാര്യയും കൂടെ വരട്ടെ. അവൾ വരത്തില്ല. അതെന്ത് പറ്റി? അവൾ വീട്ടില. പിണക്കമാണോ? പിണക്കമല്ല. പിന്നെ എന്തു പറ്റി? അവൾ കിടപ്പില്ല. എന്നെ സംഭവിച്ച് തളർന്നു പോയതാ. എത്ര നാളായി? 5-6 വർഷമായി. ഞാൻ ധ്യാനത്തിനൊന്നും പോകാറില്ല. അച്ഛൻ പറഞ്ഞു, വികാരിയച്ഛൻ പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഭാര്യ ഭർത്താവ് ഒരുമിച്ച് വരണമെന്നാ ധ്യാനഗുരുവിനോട് പറഞ്ഞു. ഇതാണ് അവസ്ഥ. ധ്യാനഗുരു പറഞ്ഞു കൂടിക്കൊള്ളാൻ പറഞ്ഞു. വൈകിട്ട് വീട്ടിൽ പോവും. ആ അപ്പച്ചന് മാത്രമേ ആ കൺസെഷനുള്ളൂ. ഇതെല്ലാം പറഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര വർഷമായി കിടപ്പില്ല? 6 വർഷത്തോളമായി. പൂർണ്ണമായി കിടപ്പാണോ? അതാ മോനെ. മലോമൂത്രമൊക്കെ ഞാനാണ് എടുക്കുന്നത്, കുളിപ്പിക്കുന്നതൊക്കെ ഞാനാ, ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഞാനാ. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിരാശയുണ്ടല്ലേ? ഇത് കേട്ടപ്പോൾ ഈ അപ്പച്ചൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു. മുണ്ടെടുത്തിരിക്കുന്ന ഈ അപ്പച്ചൻ മുണ്ടിൻ്റെ മടിക്കുത്ത് തുറന്നെന്നെ കാണിച്ചു. ആ മടിക്കുത്തിനകത്ത് 2 ഹോർലക്സ് ബിസ്ക്കറ്റ്. 2 ഹോർലക്സ് ബിസ്ക്കറ്റ്. ഞാൻ ചോദിച്ചു, എവിടുന്നത്? 11 മണിക്ക് ചായക്ക് വിട്ടപ്പോൾ 4 ബിസ്ക്കറ്റും ചായയും തന്നു ഞങ്ങൾക്ക്. 2 എണ്ണം ഞാൻ തിന്നു മോനെ. 2 എണ്ണം മടിയിൽ വെച്ചിരിക്കുന്നത്. വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയുടെ അടുത്ത് വന്നിരുന്ന് ഈ ബിസ്ക്കറ്റ് എടുത്ത് വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവളത് തിന്നുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഞാൻ ചോദിച്ചു, വീട്ടിൽ പട്ടിണിയാണല്ലേ? മക്കളൊന്നും നോക്കുന്നില്ലല്ലേ? എൻ്റെ മോനെ അങ്ങനെ പറയല്ലേ. എൻ്റെ മക്കളൊക്കെ ഉണ്ടല്ലോ, എന്നെ എൻ്റെ ഭാര്യ എങ്ങനെ നോക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ നോക്കുന്നത്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ചെയ്തു തരും. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളാ. എങ്കിലും എനിക്ക് കിട്ടിയ ബിസ്ക്കറ്റ് ഞാൻ കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ മോനെ? അത് കഴിക്കുമ്പോൾ അവൾക്കൊരു സന്തോഷമല്ലേ മോനെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അപ്പച്ചൻ്റെ 2 കൈയും ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഈ ഭൂമിയിലെ അപ്പച്ചന്മാരെല്ലാം അമ്മച്ചിമാരെല്ലാം ഇങ്ങനെയായിരുന്നെങ്കിൽ ഈ ഭൂമി സ്വർഗമായി തീരുമായിരുന്നല്ലോ. രോഗം വന്നതിൻ്റെ പേരിൽ ഭാര്യ ഉപേക്ഷിക്കുന്ന, ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ജീവിത പങ്കാളികൾ ദൈവം തന്ന സമ്മാനമാണ്. തോബിയാസ് പറയുക, കർത്താവേ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താല. വീണ്ടും ഒന്നുകൂടെ പറയുന്നു, വാർദ്ധക്യം വരെ ഇവളുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം തരണമേ. വിവാഹം നടത്തി 2-ാം മാസം, 2-ാം വർഷം, 5-ാം വർഷം, 10-ാം വർഷം പിണങ്ങിപ്പോകാനല്ല കർത്താവേ, മരണം വരെ, വാർദ്ധക്യം വരെ എനിക്കിവളെ മതി, എനിക്കിവനെ മതി. വിവാഹമോചനത്തിൻ്റെ പൈശാചിക ശക്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കണം.
നമ്മുടെ സഹനമൊക്കെ കാഴ്ചവെച്ച് ഭിന്നിച്ചു നിൽക്കുന്ന ദമ്പതികൾ ഒന്നിപ്പിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഹനത്തിന് വിലയുണ്ട്. കുരിശിലെ സഹനത്തോട് ചേർത്ത് വെക്കുമ്പോൾ തകർന്ന ജീവിതങ്ങൾ, തകർന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. തോബിയാസ് പറഞ്ഞു, വാർദ്ധക്യം വരെ എനിക്ക് അവളുടെ കൂടെ ജീവിക്കണം. എന്നിട്ട് പറയുക, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട, അങ്ങയുടെ കരുണ മതി. ഇത് പറയുമ്പോൾ 8-ാമത്തെ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. തോബീതിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം, അവൾ ആമേൻ എന്ന് ഏറ്റുപറഞ്ഞു. ഭർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്ന ഭാര്യ ഉണ്ടോ ഇന്ന് കുടുംബങ്ങളിൽ? ഭർത്താവിൻ്റെ ഭാര്യയ്ക്ക് ആമേൻ പറയുന്ന ഭാര്യ, ഭാര്യയുടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്ന ഭർത്താവ്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്ന മക്കള്, മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്ന മാതാപിതാക്കള് ഉണ്ടോ ഇന്ന് കുടുംബങ്ങളിൽ? അതല്ലേ ഇന്ന് കുടുംബം തകരാൻ കാരണം? കുടുംബത്തിൽ ദൈവം നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, സന്ധ്യാസമയങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്ന കുടുംബങ്ങളിൽ ഇന്ന് TV സ്ഥാനം പിടിച്ചിരിക്കുക. TV-യിലെ സീരിയലിൻ്റെ മുമ്പിൽ ഇന്ന് കുടുംബത്തിലെ അംഗങ്ങൾ ഇരിക്കുക. TV-യിലെ താരങ്ങൾ ഗ്ലിസറിൻ കണ്ണിലേക്ക് സ്പ്രേ ചെയ്ത് കരഞ്ഞ് കാണിക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കും പ്രൊഡ്യൂസർ കൊടുക്കുന്ന പൈസയ്ക്ക് അവർ പണം വാങ്ങിച്ച് കരഞ്ഞ് കാണിക്കുമ്പോൾ വീട്ടുകാർ പണം കൊടുത്ത് ചാർജ് ചെയ്ത് അതിൻ്റെ മുമ്പിലിരുന്ന് കരയും. അവർ കരഞ്ഞ് പൈസ വാങ്ങിക്കുന്നു, നമ്മൾ പൈസ കൊടുത്ത് കരയുന്നു. എന്നാ ഗതികേടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബത്തിൽ ഞാൻ കേബിൾ കണക്ഷൻ എടുത്തിട്ടില്ല. ഒരൊറ്റ വർഷമേ എടുത്തുള്ളൂ. അന്ന് എനിക്ക് തോന്നി ഇത് കെണിയായി മാറുമെന്ന്. അന്ന് കട്ട് ചെയ്തതാണ്. ഒരൊറ്റ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കട്ട് ചെയ്തു. ഒരു TV ഇരിപ്പുണ്ട് വീട്ടിൽ, പഴയ TV-യാണ്. ആരെങ്കിലും അത്യാവശ്യമുള്ളവർ വന്നാൽ തരാം. കൊല്ലത്ത് വരെ വന്നാൽ മതി വണ്ടി വിളിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കേബിൾ കണക്ഷൻ കട്ട് ചെയ്തത്, നിങ്ങൾ വീട്ടിലെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്യാൻ ഞാൻ പറയത്തില്ല. പക്ഷേ എൻ്റെ വീട്ടിലെ TV, ഞാൻ വച്ചിരിക്കുന്ന TV കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ അത് കട്ട് ചെയ്യണം. എൻ്റെ കൺട്രോളിങ് നഷ്ടപ്പെടുമ്പോൾ സാത്താൻ കൺട്രോളിങ് ഏറ്റെടുക്കും. അതിൻ്റെ അവസരം കൊടുക്കാതെ അതങ്ങോട്ട് കട്ട് ചെയ്യുക. സന്ധ്യയാവുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിൽ ദൈവം വസിക്കും. ദ ഫാമിലീസ് ദാറ്റ് പ്രേ ടുഗദർ സ്റ്റേ ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നിലനിൽക്കും. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ സാത്താൻ കയറും. സാറായുടെ ജീവിതത്തിൽ കയറിയ സാത്താനെ ദൈവം എങ്ങനെയാണ് മാറ്റിയെന്നറിയാമോ? അവളിൽ പ്രവേശിച്ചിരുന്ന പിശാച് അവളെ വിവാഹത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ, ഇവൻ വിവാഹം വേണ്ട, ഇവളെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഈ തോബിയാസ് പിന്മാറിപ്പോകുമ്പോൾ റഫായേൽ പറയുന്ന ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. റഫായേൽ പറഞ്ഞു, നീ അവളെ വിവാഹം ചെയ്യണം, കാരണം അനാദി മുതലേ ദൈവം അവളെ നിനക്ക് വേണ്ടി ഒരുക്കിയതാ. ഇവളിൽ കുടികൊള്ളുന്ന പിശാചിനെ ബന്ധിക്കാനുള്ള ശക്തി, അധികാരം ദൈവം നിന്നിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തോബിയാസിന് കൊടുത്ത സാറ കുറവുള്ളവളായിരുന്നു. അവളുടെ കുറവിനെ നികത്താനുള്ള കൃപ ദൈവം തോബിയാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഇവിടെ ഇരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളോട്, എൻ്റെ സഹോദരങ്ങളോട് പറയുക, ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നിന്റെ കുറവ് തിരിച്ചറിഞ്ഞ് നിന്നെ സ്നേഹിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി നീ കാത്തിരിക്കണം. ആ വ്യക്തിയെ നിന്റെ മാതാപിതാക്കളിലൂടെ നിനക്ക് തരുന്നതുവരെ നീ വെയിറ്റ് ചെയ്യണം. അല്ലാതെ കണ്ടവരുടെ പിന്നാലെ ഇറങ്ങിപ്പോയി, മതം മാറി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അവസാനം ജീവിതം കുട്ടിച്ചോറായി നശിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയവൻ്റെ പിന്നാലെ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയവളുടെ പിന്നാലെ അല്ലാതെ ഈ ജീവിതം കൊടുക്കരുത്. തകർന്നു പോകും. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരുത്തനുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ, സാറായുടെ ജീവിതത്തിലെ സഹനങ്ങളുണ്ടല്ലോ, അവൾ അവിടെ വെയിറ്റ് ചെയ്തു. കർത്താവ് കൊടുത്ത കൃപയിൽ അഭിഷേകത്തോടെ അവൾ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ദൈവം അവളുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം കൊണ്ട് കൊടുത്തു. ആ അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവരെ എവിടെ അവസാനിക്കുന്ന അറിയാമോ? അവസാനം ഈ സാറായും തോബിയാസ് വിവാഹം ചെയ്ത് അവസാനം തോബിയാസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തോബിയാസിൻ്റെ അപ്പൻ തോബീത് അന്ധനായിരിക്കുന്ന അപ്പൻ്റെ അടുക്കൽ ഈ മകനും സാറായും കൂടെ ചെന്ന് അപ്പൻ്റെ കണ്ണിൽ ഈ മത്സ്യത്തിൻ്റെ കയ്പ് പുരട്ടി അപ്പൻ്റെ കണ്ണ് തുറന്ന് ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട്. നോക്കിയേ, സഹനങ്ങളിൽ സാറാ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. സഹനങ്ങളിൽ തോബിയാസ് പ്രാർത്ഥിച്ച് കാത്തിരുന്നു. സഹനങ്ങൾ അനുഗ്രഹമായി മാറി. സഹനം ശാപമല്ല, സഹനം അനുഗ്രഹമാണ്.